ഹായ് ഡിയർ, നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഒരു വെടിക്കെട്ട് ക്രിസ്മസിനെ തിരികൊളുത്തിക്കൊണ്ട് പൊട്ടിച്ച് തന്നെ തുടങ്ങുകയാണ് അല്ലേ? ഇതൊരു ഫൈനൽ എപ്പിസോഡാണ്. ഇതോടുകൂടി നമ്മുടെ വെടിക്കെട്ട് ക്രിസ്മസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകും. പറയുമ്പോ ഞങ്ങൾക്കറിയാം നിങ്ങൾ ചിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കഴിഞ്ഞല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇല്ല അങ്ങനെ. പക്ഷേ വെടിക്കെട്ട് ക്രിസ്മസിന് പ്രത്യേകതയുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്. എന്താണ് പ്രത്യേകത? പ്രത്യേകത ആദ്യം പറയാം. അതാണ് പ്രത്യേകത. നമ്മളിന്ന് എരിഞ്ഞേരി അങ്ങാടിയിലേക്കാണ് നമ്മൾ വച്ചു പിടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു എരിഞ്ഞേരി അങ്ങാടി എരിഞ്ഞ് തന്നെ നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞു മാത്രം അറിയിച്ചിട്ടുള്ളൂ. നമുക്കിത് ഡയറക്റ്റ് പോയി നേരിട്ട് കാണാം അല്ലെ? എരിഞ്ഞേരി അങ്ങാടിയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അത് കാണാനാണ് പോകുന്നത്. പക്ഷെ ഇന്ന് വേറെ രണ്ട് കുറവുകളുള്ളതെന്ന് പറയുന്നത് വലിയൊരു കുറവായിട്ട് ഒരു ഭാഗത്ത് ക്ലീറ്റസ്, ഒരു ഭാഗത്ത് ഡൊണ്ണ. ഈ രണ്ടെണ്ണം ഇന്ന് എന്തൊക്കെയോ കാരണം മൂലം, സാങ്കേതിക ചില തകരാറുകൾ മൂലം ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, അതെ എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഉള്ളൊരു വിഷമകരമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഫൈനൽ എപ്പിസോഡാണെന്ന് നീ നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് ശരിക്കും. ഓരോരോ ക്രിസ്മസ് കാലഘട്ടം വരുമ്പോഴും ഇവിടെ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു വെടിക്കെട്ട് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ വെടിക്കെട്ട് ക്രിസ്മസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണുന്ന ഞങ്ങൾ രണ്ടുപേരും ഒപ്പം ഡൊണ്ണ ആൻഡ് ക്ലീറ്റസ് മാത്രമല്ല കേട്ടോ, ഇതിനോടൊപ്പം ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിന്റെ ടെക്നിക്കൽ ടീം എന്ന് പറയുന്നത് വലിയൊരു സപ്പോർട്ടാണ്. ഒന്നും രണ്ടും പേരല്ല, ഏകദേശം ഒരു 12ഓളം വരുന്ന ആളുകൾ ഇതിനു വേണ്ടിയിട്ട് തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ക്ലിയനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ബാക്കി അതല്ലാതെ വേറൊരു ഫുൾ ടീം ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം പിതാവ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ചിരുന്ന പിതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സംസാരിപ്പിക്കാമെന്നാണ്. അപ്പൊ എന്തായാലും പിതാവ് എവിടേക്ക് പോവാനായിട്ട് നിൽക്കാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടാം, എന്നിട്ട് പിതാവിന്റെ അരികിൽ നിന്ന് നമുക്ക് നേരെ എരിഞ്ഞേരി അങ്ങാടി വിടാം അല്ലെ? സോ just follow me. പിതാവേ നമസ്കാരം. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? നമ്മളിനി ഒരുമിച്ച് പോവാമെന്ന് കരുതിയിട്ടാണ്. അതെ, ഇപ്രാവശ്യം എരിഞ്ഞേരിങ്ങാടിലും പുത്തമ്പള്ളിയിലൊക്കെ ആയിട്ട് ആവാമെന്ന് കരുതുക. ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഈ സ്റ്റുഡിയോയ്ക്ക് പുറത്തു പോയിട്ട് ഇങ്ങനെ ഒരു പരിപാടി. അതെ, എരിഞ്ഞേരിങ്ങാടിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പോവാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ക്രിസ്മസ് വൈബ് കിട്ടണമെങ്കിൽ ശരിക്കാൻ വേണ്ടി പോകണല്ലോ. അത് വേണം. പിതാവ് എവിടേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്? ഞാൻ പുത്തമ്പള്ളിക്ക് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. നല്ല കാര്യം. നിങ്ങൾ എന്നെ എരിഞ്ഞേരിങ്ങാടി കൊണ്ടുപോകാൻ കൂടെ റെഡിയാണെങ്കിലേ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്നേ. എന്താണ്? അതായത് ഞാനൊരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ ആ ഭാഗത്താണ് ജീവിച്ചിരുന്നത്. അത് ഈ വഴിയില് ഈ എരിഞ്ഞേരി അങ്ങാടിയിലൊക്കെ കുറെ കറങ്ങി നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പിതാവ് വരാണെങ്കിൽ ആൾക്കാർ ചുറ്റും സെലിബ്രേറ്റ് ഒരു ചാൻസ് കിട്ടുന്നില്ല. ഇനി നിങ്ങളുടെ വെടിക്കെട്ട് ക്രിസ്മസിലൂടെ എനിക്കത് ഒരിക്കൽ കൂടെ കാണാനൊരു അവസരം ഉണ്ടാവും. തീർച്ചയായിട്ടും, അതെന്തായാലും നമുക്ക് പോകാലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ക്രിസ്മസ് പുതിയ ക്രിസ്മസ് ഇപ്പൊ പിതാവിനെ കമ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇപ്പോ ശരിക്കും ക്രിസ്മസ് കാരണം തട്ടിത്തറഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ അത് തൃശ്ശൂരിന്റെ ഒരു വൈബാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് എറണാകുളം ഭാഗത്തുനിന്ന് വരുമ്പോ അവിടെ പലയിടത്തും ഒരു അനക്കം പോലും ആയിട്ടില്ല. പക്ഷെ തൃശ്ശൂർ ഇങ്ങനെ ഓൾറെഡി ലൈറ്റുകളും സ്റ്റാർസും എല്ലാമായിട്ട് ഈ എരിഞ്ഞേരി അങ്ങാടിയിലൂടെ ആളുകളൊക്കെ ഇപ്പം നടക്കുന്നുണ്ടാകുക. എന്താണ് പുതിയ ട്രെൻഡ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ എരിഞ്ഞേരി അങ്ങാടി. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. മുൻപ് ചൈനയിൽ നിന്നായിരുന്നല്ലോ വന്നുകൊണ്ടിരുന്നത്. അതിന് ചെറിയൊരു സുല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ചൈനയിൽ നിന്ന് വീണ്ടും വന്നു തുടങ്ങി. ഇന്ത്യ ചൈന ബൈ ബൈ. ഇപ്പൊ ഞങ്ങള് വെയിറ്റിംഗ് ആണ്. അതെന്താണ് വെറൈറ്റീസ് പുതിയത് ഇറങ്ങിയിട്ടുള്ളത്, അതുപോലെ ഡെക്കറേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. എക്സൈറ്റഡ്. നമ്മുടെ ബിഷപ്പ് ഹൗസിലും ആ ഒരു പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ. ഉണ്ണി പിറന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണായിട്ടുണ്ട്. എല്ലാം ഫേസ് ചെയ്തിട്ടാണ് പുൽക്കൂട് ഒരുക്കി വിട്ടിരിക്കുന്നത്. ഇവിടെ പോകുന്ന എല്ലാവരും ഈ ബിഷപ്സ് ഹൗസിലേക്ക് കടന്നു വരണം, പുൽക്കൂട് കാണണമെന്ന് ആഗ്രഹിച്ച് തന്നെ അവർ പണിതിരിക്കുന്നത്. വലിയൊരു സന്തോഷമുണ്ട് അത്. തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ബ്രദേഴ്സ് അതിന്റെ ഏറ്റവും മനോഹരമാക്കാവോ, എന്തുമാത്രം പ്രവർത്തിക്കാമോ അതിനൊക്കെ റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഇടവുകളിലും അവർ അങ്ങനെയങ്ങ് പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഓർത്ത എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിതാവിന് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു പാട്ടുകാരനോട് ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് ചോദിക്കുന്ന പോലെ അത്ര ടഫായിട്ടില്ലായിരിക്കും.
അങ്ങനെ ഒരു രസമുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് പറക്കിയെടുക്കുകയാണെങ്കിൽ ക്രിസ്തുമസിനാണെന്നാണ് എന്റെ ഓർമ്മ. ചെറുപ്പത്തിലെ അത്ര നല്ല ഓർമ്മയല്ല, എന്നാലും പറയണം. ഈ പുൽക്കൂടിലേക്കുള്ള ഈ പ്രദക്ഷിണത്തിന് ആദ്യമായിട്ട് ഒരു 3ാം ക്ലാസ്സുകാരൻ ഓൾട്ടർ ബോയ് വിളക്ക് പിടിച്ച് പാതിരാത്രിക്ക് ഈ കുണ്ടുകുളം പിതാവ് ഉണ്ണിയെ എടുത്തു പോകുമ്പോ കൂടെ പോയി. ഒന്നാമതേ പാതിരാത്രി, നമ്മുടെ ഉറക്കം പോയി ഇരിക്കുകയാണ്. അതിന്റെ കൂടെ എന്ത് സംഭവിച്ചു, ഇതിങ്ങനെ ഉറങ്ങി വിടല്ലോ, കയ്യിൽ നിന്ന് വിളക്ക് പോകാതിരിക്കാൻ വേണ്ടി ചേർത്ത് പിടിച്ചു. ഈ സമയം മുഴുവൻ ഈ വിളക്കിന്റെ തിരി എന്റെ നെറ്റിയിലേക്ക് ഇങ്ങനെ ചൂടടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തലചുറ്റി വീണു. അത് ശരി എന്നുള്ളതാണ് ഓർമ്മ. അതുകൊണ്ട് അന്ന് ഉണ്ണിയെ അവിടെ വെക്കുന്നത് കാണാൻ സാധിച്ചില്ല. അതിനു മുമ്പ് എന്നെ വീട്ടിലേക്ക് കൊണ്ട് ആക്കി എന്നുള്ളതാണ്. ക്രിസ്മസിന് അപ്പോ തലറങ്ങി വീണ ഓർമ്മയാണ് കുർബാനയ്ക്ക്. അത് തന്നെ. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ ഒരു ക്രിസ്മസിന് എന്തൊക്കെയാണ് ഇപ്പൊ തന്നെ ഡയറി ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, പിന്നീട് ഞാൻ ഒരു ഉടുപ്പിട്ടതിന് ശേഷം കുണ്ടുകുളം പിതാവിന്റെ ഒപ്പം നിന്ന് ഈ ഉണ്ണീശോയെ പുൽക്കൂട്ടിൽ വയ്ക്കാൻ ഒരു സെമിനാരിക്കാരൻ എന്ന നിലയിൽ വെക്കാനായിട്ടുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ അല്ലേ രണ്ട് കാലഘട്ടവും. ഇപ്പോഴത്തെ ഒരു ക്രിസ്മസിന് എങ്ങനെ പിതാവിന്റെ ഡയറി ഫില്ലായി കഴിഞ്ഞോ? അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ക്രിസ്മസിന്റെ അന്നത്തെ ഒത്തിരി ഫില്ലായി എന്ന് പറയുന്നത്. ക്രിസ്മസ് അതിന്റെ എല്ലാ ആരവത്തോടു കൂടിയിട്ടും ഈ ഒരു തെരുവീതികളൊക്കെ വന്നിട്ടുണ്ട്. എരിഞ്ഞേരി അങ്ങാടിയിൽ ഏതാ മൂഡ്? ക്രിസ്മസ് മൂഡ്. ക്രിസ്മസ് കാർഡുകളുടെ ഒരു ലോകത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലെ ഋതു? നമുക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് കാർഡുകൾ ആരും നമുക്ക് അയക്കാറൊന്നുമില്ല. അതെ, ഇപ്പൊ നമുക്ക് വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്രിസ്മസ് കാർഡുകൾ അയക്കേണ്ട ആവശ്യം വരുന്നില്ല. കാർഡുകളുടെ വലിയൊരു ലോകത്താണ് വന്നിട്ടുള്ളത്. ആൻഡ് കാർഡുകളുടെ കാവൽക്കാരനാണ് നമ്മുടെ ജിറാൾഡ് അല്ലേ? ഓക്കെ, എവിടെ സ്ഥലം എവിടെയാ? എങ്ങനെയാണ് ചേട്ടാ ഈ ഒരു ക്രിസ്മസ് കാർഡുകളുടെ ഒരു ലോകം ഒരുക്കാന്ന് തീരുമാനിച്ചത്? കാരണം ഇവിടെ എവിടെ അന്യായിട്ട് നിൽക്കുന്ന ഒരു സാധനം. ക്രിസ്മസ് കാർഡുകൾ ഇവിടെ ഞങ്ങള് എല്ലാ കൊല്ലം വെക്കാറുള്ളതാണ്. ഇപ്പോ കുറച്ച് 2-3 കൊല്ലമായിട്ട് ഇത്തിരി സ്ലോ ആയത്. ഇപ്പൊ ഈ പ്രാവശ്യം ഇത്തിരി കൂടി ഉഷാറായിട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങളും ഇത് ഇല്ല, സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ് കാർഡുകൾ എല്ലാവരും ഇപ്പൊ കുറച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാവരും ഈ കാർഡുകൾ അന്വേഷിച്ചു വരുന്ന ആൾക്കാരുണ്ട് ഈ കടയിൽ. ഒരു ദിവസം ഏകദേശം എത്ര കാർഡുകളൊക്കെ ചെലവാകുന്നുണ്ട്? ഇവിടെ ഞങ്ങൾ ഹോൾസെയിൽ 100, 200, 500 പാക്കറ്റ് ഒക്കെ പോകും. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? 10 30 രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ പാക്കറ്റ് കാർഡുകളാകുമ്പോ 250 രൂപ സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്
വളരെ ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കാർഡുകളുണ്ട്. ഏറ്റവും വലിയ കാർഡിന് എത്ര വില? ഏറ്റവും വലിയ കാർഡ് 600 രൂപ. ദൈവമേ, അതിനകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ടോ? ഇല്ല കട്ടിങ് ആയിട്ടുള്ള കാർഡുകളാ. ഓക്കെ, റോസപ്പൂക്ക് വിരിഞ്ഞു വരും. അപ്പൊ 600 രൂപയുടെ കാർഡാണ് ഇവിടെ ഏറ്റവും ഓക്കെ, എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അല്ലേ? കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. ഹായ് ചേട്ടാ, നമസ്കാരം. നമ്മുടെ മീഡിയ കത്തോലിക്കന്നാണ്. അപ്പൊ എന്തുണ്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ചേട്ടനൊക്കെ മുമ്പ് ഒരുപാട് കാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. കൊടുത്തിട്ടുണ്ടോ പുള്ളിക്ക്? കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കാർഡുകൾ എവിടെയും കാണുന്നില്ല, പക്ഷെ ഇവിടെ മാത്രമാണ് കൂടുതൽ നല്ല സെലക്ഷൻ കാർഡുകൾ. അപ്പൊ നമ്മൾ അന്വേഷിച്ചതാണോ? അതെ അന്വേഷിച്ചതാണ്. ഓക്കെ, എന്നിട്ട് ആർക്ക് അയക്കാൻ വേണ്ടിട്ടാ? നമ്മുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ അയക്കാനായിട്ട് ആദ്യ കാലങ്ങളെ കൊണ്ട് തുടങ്ങുന്നതാണ് നമ്മള്. ഇപ്പൊ അത് എല്ലാവരും മൊബൈലിൽ കൂടെ വാട്സപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങനെ വിടാന്നുള്ളതായല്ലോ. പഴയ കാലങ്ങളിൽ നമ്മൾ കാർഡാണ് വിട്ടുകൊടുക്കുന്നത്. അതൊരാഴ്ചക്ക് ഒരു മാസം മുന്നേ വരെ ഇത് നമ്മൾ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ നമുക്ക് കാർഡ് കിട്ടി അതിലെ വിശേഷങ്ങൾ അറിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതുപോലെ ഇപ്പൊ വാട്സാപ്പിൽ കിട്ടുന്ന ഒരു സുഖം, രണ്ടും തമ്മിൽ എങ്ങനെയാ? മുന്നേന്ന് പറഞ്ഞാൽ നമ്മള് ക്രിസ്മസ് സമയം ആകുമ്പോ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് കാർഡ് അയക്കുന്നതൊക്കെ നോക്കിയിരിക്കും. അത് കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നതില്ല, എല്ലാവരും നിന്ന് പോയി. ഇന്നിപ്പോ ആകെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൽ ചിലപ്പോ ഒരു കാർഡ് വെച്ചെങ്കിലായി. അങ്ങനത്തെ ഒരു ഓക്കെ, അപ്പൊ എന്തായാലും പർച്ചേസിംഗ് കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. പേരെന്താ? ജോഷി, ബിനു. എവിടെ സ്ഥലം? പുല്ലൂര്. ഓക്കെ, അപ്പൊ ഹാപ്പി ക്രിസ്മസ്. 100 രൂപയുടെ കാർഡ് അല്ലേ? ഇത് തുറക്കുന്ന സമയത്ത് ക്യൂട്ട് ആയിട്ടുള്ള രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ഒരു ഋതിയും വേറെ ഋതിയും. അയ്യോ, ഓക്കെ. ഓ ഇനിയുണ്ട് ഒരുപാട് പേജസ് കാർഡ്സ് ആണ്. വാവ്, സോ ബ്യൂട്ടിഫുൾ. അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളാ. ഓക്കെ ജനാൽദേട്ടാ, അപ്പൊ ഹാപ്പി ക്രിസ്മസ് മീഡിയ കത്തോലിക്കയുടെ ഭാഗത്ത് കേട്ടോ. താങ്ക് യു. നമുക്കറിയാം ഏതൊരു ക്രിസ്മസിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡെക്കറേറ്റീവ് ഐറ്റംസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പൊ വെറൈറ്റി ടൈപ്പ് ഓഫ് ഡെക്കറേഷൻ ഐറ്റംസ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് എല്ലാം ഇഷ്ടമായി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. സാധാരണ നമ്മുടെ നസ്രാണികളുടെ വീട്ടില് ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്തൊരു പോസ്റ്റ്, ഒരു റീല് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 20-25 വർഷമായ പഴക്കമുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ്. ഒരു സംശയം, പപ്പ നിന്നെ കൈപിടിച്ച് ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകാറുണ്ടോ? കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ അത് നിർത്തിയില്ലേ ഇപ്പൊ പുള്ളി? അല്ല നിർത്തിയില്ലേ? നിർത്തും, സ്വാഭാവികമാണത്. നമുക്ക് ഇതൊക്കെ കണ്ട് പതുക്കെ നടക്കാല്ലേ. എന്തിനാ സാധനം പോക്കറ്റിലിട്ട് കഴിഞ്ഞാ പോക്കറ്റിലിട്ട് ക്രിസ്മസ് നിന്ന് കത്തുന്ന സ്ഥലത്തേക്ക് വാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. മൊത്തത്തിൽ ഭയങ്കര
ആഘോഷമായിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. അതായത് കഴിഞ്ഞ നവംബർ 14 15 മുതൽ തന്നെ എരിഞ്ഞേരി അങ്ങാടിയിലേക്ക് ആൾക്കാർ റീറ്റെയിൽ ഔട്ടിങ്ങിനായിട്ട് വന്നു തുടങ്ങി. ഗ്രാമങ്ങളിലൊന്നും ഇപ്പൊ കച്ചവടം നടക്കണില്ല. എരിഞ്ഞേരി അങ്ങാടിയിൽ കണ്ടമാനം കടകള്, ഇഷ്ടംപോലെ സാധനങ്ങൾ, ഇഷ്ടംപോലെ വെറൈറ്റി. അതില് ഒരു 90% ചൈന ഐറ്റംസ് ആണ്. എല്ലാവരും ചൈനയിൽ നിന്നാണ് ഇപ്പൊ കളക്ട് ചെയ്യുന്നത്. ബോംബെ, ഡൽഹി എല്ലാം വേണ്ടാന്ന് വെച്ചു, കംപ്ലീറ്റ് ചൈന. അത് 10 rupees മുതൽ മിനിമം ഒരു 25,000 വരെയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. ആൾക്കാർക്ക് അതൊന്നും പ്രശ്നമല്ല. എല്ലാവരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഉള്ള കാരണമെന്ന് തോന്നുന്നു പറഞ്ഞു എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി. കാശിന് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഒരു ഭയം കളഞ്ഞത് വയനാടൊക്കെ ആൾക്കാർ പഠിക്കുന്നത് എനിക്ക് മാക്സിമം 60 ക്രിസ്മസ് ഉള്ളോ, എനിക്ക് മാക്സിമം 70 ക്രിസ്മസ് ഉള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് 600 രൂപയും 8,500 വരെ മാനും 15,000 വരെ ചുവന്ന ട്രീയൊക്കെ ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകണേ. ഫുൾ എൻജോയ്. ഫ്യൂച്ചർ ഭാവിക്കുള്ള ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ഒന്നും ഇപ്പൊ ഇല്ല. മാക്സിമം ഹാപ്പി ആക്കാന്നുള്ള ഒരു നമ്മുടെ ആൻഡുചേട്ടനാണ് കൂടെയുള്ളത്. ഈ എരിഞ്ഞേരി അങ്ങാടി എരിയാൻ തുടങ്ങിയ കാലം മുതലേ തന്നെ ആൻഡുചേട്ടൻ ഈ എരിഞ്ഞേരി അങ്ങാടിയുടെ ഭാഗമാണ്. അപ്പൊ ആൻഡുചേട്ടാ, ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റികൾ വന്നു എന്ന് പറഞ്ഞു. ചൈനയായിട്ടുള്ള എന്തോ ഒരു ഡീലിങ്സ് മുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകളൊക്കെ ആയിട്ട്. അതൊക്കെ മാറി. അതായത് രണ്ടാമത് മോദി വന്നപ്പോ അത് ഒന്നുകൂടി ഉഷാറായി. സാധനങ്ങളൊക്കെ കണ്ടമാനം വന്നു തുടങ്ങി. ഇപ്രാവശ്യത്തെ വെറൈറ്റി നമ്മളുടെ ഈ മാന്, ആ ക്രിസ്ത്യൻ മാൻ, ക്രിസ്റ്റൽ പാപ്പ, റെഡ് ട്രീ, റെഡ് മാല, ഈ മാനുകള്, പാട്ട് പാടുന്ന പപ്പ, ഇങ്ങനത്തെ ചില ഫാൻസി വെറൈറ്റികൾ ഇഷ്ടം പോലെ ഇറങ്ങിക്കണം. ഈ ഒരു ചോപ്പ് ട്രീയുടെ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? വലിയ ആൾക്കാർക്ക് ഒരു പച്ച കണ്ട് വെറുത്തു. അപ്പൊ ആൾക്കാർക്ക് പണണ്ട് പോക്കറ്റില്, മടിയിൽ കള്ള കാരണം ആൾക്കാർ പറഞ്ഞെനിക്ക് മേടിക്കും. 16,000 രൂപയാണ്. ഇഷ്ടം പോലെ. ഇപ്പൊ ഇന്നലെ ഒരാൾ ചോദിച്ചത് 4 എണ്ണം വേണം, 3 എണ്ണം ഇല്ല നമ്മുടെ കയ്യില്. നമ്മുടെ കയ്യിൽ ആകെ 12 വന്നത്. അതിൽ ഒരെണ്ണായിട്ട് കഴിയപ്പെട്ടു, കാരണം അയാൾ വാങ്ങിക്കാണ്ട് പോയി. ആ സമയം മാൻ എറണാകുളത്തുള്ള ഒരാള് ഇവിടുത്തെ സ്റ്റാർബക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടി 6 എണ്ണം വാങ്ങിയത് 3,000 സംതിങ്, 3,250. ഇതില് 4 എണ്ണം വന്നിട്ടുള്ളൂ. അതില് 2 എണ്ണം പോയിട്ടുള്ള 2 എണ്ണം ഇവിടെ ഉണ്ട്. ജ്വല്ലറിക്കാരും ഒക്കെയാണ് കണ്ടമാനം വാങ്ങിക്കുന്നത്, ഷോപ്പുകൾ അലങ്കരിക്കാൻ വേണ്ടി. 5,600, 6,000, 7,000 rupees. അത് എല്ലാവരും വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇത് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കാം, അടുത്ത കൊല്ലം ഉപയോഗിക്കാം എന്നൊക്കെ പറയുമെങ്കിലും അടുത്ത കൊല്ലത്തേക്ക് ആൾക്കാർ വാങ്ങില്ല എന്നുള്ളത് 40 കൊല്ലത്തെ ഓർമ്മ എനിക്കുണ്ട്. അടുത്ത കൊല്ലം പുതിയത് വാങ്ങിക്കും. ആ കൂടി വാങ്ങിക്കുന്ന കുട മാത്രമേ വാങ്ങിക്കുള്ളൂ. ഇതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണ് എല്ലാ പബ്ലിക്കും. ഈ ഷോപ്പ് ഓണേഴ്സ് ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടാവാം. കടക്കാര് വളരെ കുറവ് വാങ്ങണത്. അതായത് ഈ എരിഞ്ഞേരി അങ്ങാടി 20 കിലോമീറ്റർ സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഹോൾസെയിലർ അത്രയ്ക്ക് ബൾക്ക് വാങ്ങുന്നില്ല. എല്ലാ ആൾക്കാരും എരിഞ്ഞേരി അങ്ങാടിയിലേക്ക് വരുന്ന കാരണം ചാവക്കാട്, വാടാനപ്പള്ളി, ഇരിഞ്ഞാലക്കുട, ഇങ്ങനെയുള്ള പാലക്കാട്, ആലത്തൂർ, വടക്കഞ്ചേരി ഭാഗത്തുനിന്ന് ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്ത് പർച്ചേസ് ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് അവര് എൻജോയ് ചെയ്തിട്ട് പോണം. അവിടെ നിന്ന് ഇപ്പോ ഒരു സ്റ്റാർ 6 രൂപയ്ക്ക് മേടിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. ഫാമിലി അടക്കാണ് പറഞ്ഞത്. അതെ. പിന്നെ ഇവിടെ നോക്കിയൊരു ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഒക്കെ പോലത്തെ ടൈപ്പ് സാന്റാക്ലോസ്. ഇന്ത്യയുടെ റോക്കറ്റ് ആണോ അത്? 3,500 സംതിങ് ഉള്ളൂ. 3,500 ഉള്ളൂ. ആളുകൾക്ക് വേറെ ഒരു പ്രശ്നമില്ല എന്നാണ് ആന്റോടെ പറയുന്നത്. അതിപ്പോ 16,000 ആണെങ്കിലും ശരി, 13,000 ആണെങ്കിലും ശരി, 2,000 ആണെങ്കിലും ശരി, ആരും വാങ്ങിക്കൊണ്ടിരിക്കും. 8,000 വാങ്ങാൻ പാകില്ല. ഇത്തിരി പാവപ്പെട്ടവനാച്ചാലും 200 rupeesന് ഇത് കിട്ടും. ഈ വക ഐറ്റംസും റെഡിയാണ്. ഏത് 200 രൂപയ്ക്ക് ഇവരൊക്കെ വാങ്ങി ഇത് ഞാനങ്ങ് എടുക്കുക. പുള്ളിയുടെ മോനാണ്. ഒരു ഹായ് കൊടുത്ത്. ഓക്കെ. ശരിക്കും ഹാപ്പി ആണോ ഈ ക്രിസ്മസ്? കുഴപ്പമില്ല. ഓക്കെ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് കുറവുണ്ടെങ്കിലും അവസാനമായപ്പോ എല്ലാം ശരിയായിട്ടുണ്ട്. ഒന്നുകൂടി നാളി കത്തും. ഏതാ മൂട്? പൊളി മൂട്. ഓക്കെ. ഇതാണ്. പിന്നെ ഒരുപാട് വെറൈറ്റികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ സ്റ്റിക്കുകള്, ചിലര് സിമ്പിൾ ഐറ്റംസ്, ഇങ്ങനത്തെ ഒരുപാട് ലേറ്റസ്റ്റ് മോഡൽ. പഴയമാതിരി
അത് 85 rupees, 110 അങ്ങനെ പല ഐറ്റംസും ഇല്ല. ഒന്നാമത്തേല് പിള്ളേരെല്ലാരും ബാംഗ്ലൂരും കാനഡയും UK. അത് 24-ാം തീയതി വരുന്നു, 25-ാം തീയതി പോണു. ഇതൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ ടൈമില്ല. അപ്പൊ മാതാവിനും പിതാവിനും ഒരു ബൾബ് ഇട്ടു, ഒരു ചെറിയിട്ടു, സിമ്പിളായിട്ട് അവര് ജീവിക്കുന്നു. പിള്ളേര് 25-ാം തീയതി വൈകുന്നേരം പോവും. അത് കൊള്ളാട്ടോ, അത് നൈസായിരുന്നു. കിട്ടി, എന്നെ വിലങ്ങ് വെച്ച് കഴിഞ്ഞു. അപ്പൊ ഓക്കെ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ബൈ. എന്തുണ്ട് ക്രിസ്മസ് മൂഡ് ഒക്കെ എന്തായി? ക്രിസ്മസ് മൂഡ് കണ്ടുകൊണ്ടിരിക്കാണ്, നോക്കിക്കൊണ്ടിരിക്കാണ്. കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയത്. നാളെ തൊട്ട് ബിസിയാണ്, പിന്നെ ഇന്നലെ തുടങ്ങാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എരിഞ്ഞേരിങ്ങാടി റൗണ്ട് അടിച്ച ഒരു ക്രിസ്മസ് മൂഡ് ആവും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇതെന്താ പേരെന്താ? സ്റ്റാൻസി. എവിടെ സ്ഥലം? ഞങ്ങൾ അഞ്ചേരി, ഓക്കെ. സയനോര, സൺക്രൈസ്റ്റ് ബിലു. അമ്പടോ, കിടുക്കൻ പേരാണ്. ഓക്കെ, ഇവിടെ ഉള്ളതില് കടകളിലൊക്കെ കയറിയില്ലേ? ഏറ്റവും വില കുറവുള്ള ഒരു സ്ഥലം ഏതാ? ചോദിച്ചു കഴിഞ്ഞാ ഞങ്ങൾ ഈ സൈഡ് നോക്കിയില്ല, അപ്പുറത്തെ സൈഡ് മാത്രം കണ്ടിട്ടാണ് വരുന്നത്. അല്ല, മലയാളി പോളിയാണ്. നമ്മൾ എല്ലായിടത്തും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് പറ്റിയത് കണ്ടിട്ട് നമ്മൾ മേടിക്കുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ തൃശ്ശൂർക്കാര് തീർച്ചയായിട്ടും. അപ്പൊ ക്രിസ്മസ് മൂഡൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മീഡിയ കത്തോലിക്കൽ വക ഒരു ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അങ്ങോട്ട് നോക്കൂ. കുറെ നേരം ഇതിന്റെ ഇടയിൽ കിടന്ന് മറിഞ്ഞോണ്ടിരിക്കണേ. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു മൂഡ്? ഫുൾ സിംഗ് അല്ലേ? ഫുൾ സിംഗ് ആണ്, പൊളി മൂഡാണ്. ഇന്ന് സ്കൂളൊക്കെ ക്ലോസ് ചെയ്തില്ലേ, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. നാളെ സെലിബ്രേഷൻ സ്കൂളുകളിലൊക്കെ ആ രീതിയിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ നിറഞ്ഞു നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു, പെടച്ചോണ്ടിരിക്കണോ? ബില്ല് എങ്ങനെയുണ്ട്? അങ്ങോട്ട് വരാം. ഓക്കെ, ഒന്ന് എങ്ങനെ നിന്നേ? ഓഫർ കിട്ടിയ എന്തേലൊക്കെ? നല്ല ഓഫർ ഉണ്ട്. ഓഫർ ഉണ്ടോ? ഒരു മിനിറ്റ് ചേച്ചി, ഇത്തിരി ഇങ്ങോട്ട് നിന്ന് ഒരുമിച്ച് കാണാം. ഋതുവാ, എങ്ങനെയുണ്ട് ബില്ല്? എങ്ങനെയുണ്ട്? 66, 60, 80, 90, 36, 140, 472. ക്രിസ്മസ് ആകുമ്പോ അത്യാവശ്യം ഒന്ന് ഒരുങ്ങണമെങ്കിൽ നമ്മളിത് ബില്ലൊന്നും നോക്കൂല അല്ലേ? നോക്കും. അതുകൊണ്ടാണ് കയ്യിലിരിപ്പ് ഇതാണ്. ഏത് പേഴ്സ് കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ തന്നെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അത് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പേര് ജിനി. ഇവിടെ ഏറ്റവും കൂടുതൽ വില കുറവ് കിട്ടുന്നത് ഏത് ഷോപ്പിലായിരിക്കും? അയ്യോ, ഞങ്ങൾ ഈ നാട്ടുകാരല്ല. പക്ഷെ നമ്മൾ ഈ നാട്ടിൽ കറങ്ങി കഴിഞ്ഞാൽ അത് അറിയേണ്ടതാണല്ലോ. അയ്യോ, ഞാൻ അവള് പറയും കറങ്ങാൻ ഇറങ്ങിയതേ ഉള്ളൂ. കറങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ, കറക്കം തുടരട്ടെ. ഹാപ്പി ക്രിസ്മസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ നോക്കിയേ, വെറൈറ്റി ടൈപ്പ് ഓഫ് സാന്റാക്ലോസ് കോസ്റ്റ്യൂംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതും വെറൈറ്റി പല പ്രൈസ് റേഞ്ചിലും ആണ് ഈ ഒരു കോസ്റ്റ്യൂംസ് ഇവിടെ ഇങ്ങനെ ഉള്ളത്. ഇതാണ് ഗേൾസിന്റെ ഫോട്ടോഷൂട്ടിന് യൂസ് ചെയ്യുന്ന
വെറൈറ്റി ടൈപ്പ്. യൂറോപ്യൻ സ്റ്റൈൽ അത്. അതെ. നാട്ടിലൊക്കെ എല്ലാവരും യൂറോപ്യൻ സ്റ്റൈലിലേക്ക് എത്തിയില്ലേ. ഇനി ഇതല്ലാണ്ട് വേറെ സംഭവം കാണിച്ചു തരാം. ബാ, ഇത്ര നേരം നമ്മൾ ചുവപ്പ് നിറത്തിലുള്ള ക്രിസ്മസ് കോസ്റ്റ്യൂംസ് ആണ് കണ്ടത്. ഇനി നമുക്ക് പച്ച നിറത്തിലുള്ള ക്രിസ്മസ് കോസ്റ്റ്യൂം കാണാം. വെറൈറ്റീസ് ആണ്. ട്രെൻഡൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. വൈറ്റ് സ്നോ ടൈപ്പ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നല്ലത്. നമ്മള് കേരളം കംപ്ലീറ്റ് യൂറോപ്യൻ സ്റ്റൈലിലേക്ക് മാറിയില്ലേ? അന്ന് മാറ്റി വെച്ച് നോക്കിയാ വൃത്തിണ്ടോ നോക്കി നോക്കിയേ. ഇതിന്റെ ഭംഗി നൈസല്ലേ? കറക്റ്റ് അല്ലേ? നിനക്ക് നല്ല രസമുണ്ട്. അത് ഞാൻ എന്തോ വെച്ചാലും ലുക്ക് അല്ലേ, എനിക്കറിയാം. മീഡിയ കത്തോലിക്ക ടീമിന്റെ ഹാപ്പി ക്രിസ്മസ്. വീട്ടിലേക്ക് ഹാപ്പി ക്രിസ്മസ് ആണ് ഇങ്ങനെ പറഞ്ഞു. ഹാപ്പി ക്രിസ്മസ് ഇങ്ങനെ ഹാപ്പി ക്രിസ്മസ് പറ.